ഹായ് ഫ്രണ്ട്സ്, ലിനിസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയത് ഒരു ചിക്കൻ കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. മാത്രമല്ല വളരെ സ്വാദിഷ്ടമായ ഒരു ചിക്കൻ കറിയാണിത്. ഒരു പ്രാവശ്യം നമ്മളിത് വെച്ചാൽ ഇതുപോലെ വെക്കൂ, അത്രയും ടേസ്റ്റായിരുന്നു ഈ കറിക്ക്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമ്മളിവിടെ 5 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാവുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കാണ്. ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2.5 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് വേണ്ടത് ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 4 തക്കാളി, ഒരു മീഡിയം ടൈപ്പ് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് വഴറ്റിയിട്ട് ശരിക്കായിട്ട് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി വരുന്നവരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ശരിക്കും ടൊമാറ്റോയൊക്കെ ശരിക്കും അങ്ങ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വലിയ പീസാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. അത് ആ ഗ്രേവിയൊക്കെ ശരിക്കും വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേപ്പില ഒന്ന് കീറിയിട്ടതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.